ചെയ്തിട്ട് ഇനി പഴയ സമര രീതികൾ മറന്നുപോയാണെങ്കിൽ 10 കൊല്ലത്തിൻ്റെ ഒരു ശീലക്കുറവുണ്ടാവും. അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ ആ സമരങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്നവരുമല്ല, ഞങ്ങൾ ആ സമരത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ വണ്ടിയിൽ പോകുമ്പം പോലും പിന്നെ അതിനെ ഫോളോ ചെയ്ത് നിന്നിട്ട് വർത്തമാനം പറയുന്ന ആളുകൾ വരെയുണ്ട്. ഇറിറ്റേറ്റഡ് ആണ് മൊത്തത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, പ്രത്യേകിച്ച് CPM പ്രവർത്തകന്മാർ. കാരണം അവർ പ്രതീക്ഷിക്കാതെ അടിയാണ് സ്വന്തം കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിഷമം ഉണ്ടാവും. ആ വിഷമം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കലാപമാക്കിയിട്ട് കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. ജനാധിപത്യത്തിൻ്റെ രീതികൾ അങ്ങനെയല്ല, അത് കേരളത്തിൻ്റെ ശീലവുമല്ല. അങ്ങനെ കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുകയാണെങ്കിൽ ജനങ്ങൾ അതിന് മറുപടി പറയും. ഞങ്ങൾ യാതൊരു വഴി 102 സീറ്റ് ഞങ്ങൾ അത്യധ്വാനം ചെയ്ത് UDFിൻ്റെ നയപരമായ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഗോവിന്ദമാഷ് പറയുന്ന പോലെ ഞാൻ പറയുന്നില്ല. ജനങ്ങൾ UDFിന് വാരിക്കോരി കൊടുത്തതാണ്. ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ജയമാണ്. ആ ജയം തന്നത് ജനങ്ങളാണ്. ആ ജനങ്ങൾ ഇപ്പോഴും നമ്മുടെ തെരുവുകളിലുണ്ട്. അത് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും പാർട്ടി പ്രവർത്തകർ പറഞ്ഞതാണ്. അതിനെ ആഘോഷിക്കുക എന്നുള്ളതല്ല, അതിനെ ഗൗരവത്തോടെ കാണുക എന്നുള്ളതാണ് UDF വിചാരിക്കുന്നത്. അങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.